പൊന്നാനി നഗരസഭയിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കായി ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും തൊഴിലിടത്തിൽ കാര്യക്ഷമത ഉറപ്പുവരുത്തുവാനും പുതിയ മാലിന്യ സംസ്കരണ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനുമായാണ് പരിശീലന പരിപാടി നടത്തിയത്. നഗരസഭയിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു. മികവാർന്ന രീതിയിൽ നാം സംഭരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ സെഗ്രിഗേറ്റ് ചെയ്യാതെ വേർതിരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ വളരെ വൈദഗ്ധ്യത്തോടുകൂടി ഇടപെടണമെന്നുള്ളതാണ്. അത് ദൗർഭാഗ്യവശാൽ കുറച്ചു കാലങ്ങളായിട്ട് നമ്മളൊരു ഈ വർഷത്തെ പ്രവർത്തനം എടുത്തു നോക്കുമ്പോൾ നമ്മൾ കളക്ട് ചെയ്തതിൽ 60% നമ്മൾ കയറ്റിയേക്കാം. അതിനർത്ഥം നിങ്ങൾ ചെയ്യുന്ന പണി കൃത്യമായിട്ട് നിർവഹിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയായാൽ വളരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ് ഉണ്ടാക്കുക. വീടുകളിൽ നിന്നുള്ള റിജക്റ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് നമ്മൾ കൊണ്ടുവന്നോ അത് തരയാൻ പറ്റാത്ത അഥവാ റിജക്റ്റഡ് തന്നെയെങ്കിൽ നമുക്ക് കയറ്റി അയക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. കാരണം ക്ലീൻ കെയറിലേക്ക് 10 രൂപയും 12 രൂപയും കൊടുക്കേണ്ട ഒരവസ്ഥയാണുള്ളത്. എന്നാൽ നമുക്ക് ഈ പ്ലാസ്റ്റിക് സെഗ്രിഗേറ്റ് ചെയ്ത് കൃത്യമായി പ്ലാസ്റ്റിക് സെഗ്രിഗേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇതിന്റെ ഒരു മൂല്യം കൂടി നമ്മുടെ വരുമാനത്തിൽ ആഡ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷീന സുദേശൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സെക്രട്ടറി എസ് സച്ചീറോൺ വിശദീകരണം നടത്തി. നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ രജീഷ് ഉപ്പാല എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഹെൽത്ത് സൂപ്പർവൈസർ പ്രദീപ് സ്വാഗതം പറഞ്ഞു. ക്ലാസുകൾക്ക് IRTC കോർഡിനേറ്റർമാർ നേതൃത്വം നൽകി. 60ഓളം ഹരിതകർമ്മ സേനാംഗങ്ങൾ പങ്കെടുത്തു. പേജ് ന്യൂസ് പൊന്നാനി. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.